മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിച്ചു സർക്കാർ. താമസക്കാരുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കണമെന്ന് അന്വേഷിക്കുക, സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യുക, മുനമ്പത്തെ ഭൂമിയുടെ ഇപ്പോഴത്തെ സ്വഭാവവും വ്യാപ്തിയും തിരിച്ചറിയുക എന്നിവയാണ് പരിഗണനാ വിഷയങ്ങൾ. വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. ജുഡീഷ്യൽ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 3 മാസത്തിനകം സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകുന്ന കാര്യത്തിൽ ഇപ്പോൾ പരിഗണനാ വിഷയങ്ങളടക്കം തീരുമാനമായിരിക്കുന്നു. വളരെ കൃത്യമായ സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വിജിൻ, മുഖ്യമന്ത്രി ചർച്ച നടത്തുകയും അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ട് അടുത്ത ദിവസം തന്നെ ഉന്നതതല യോഗം വിളിക്കുകയും ഈ ഉന്നതതല യോഗത്തിൽ ഇത്തരത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ അധ്യക്ഷനായ ഒരു കമ്മീഷൻ വെക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയും ചെയ്തിരുന്നു. അതിന്റെ പരിഗണനാ വിഷയങ്ങളാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 പ്രധാന പരിഗണനാ വിഷയങ്ങൾ, അതായത് ഈ മുനമ്പത്തെ ഭൂമിയുടെ വ്യാപ്തി അളന്ന് കണ്ടെത്തുക, എത്രയാണ് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു അളവ് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പരിഗണനാ വിഷയം. രണ്ടാമതായി തീരുമാനിച്ചിട്ടുള്ളത് ഈ ഭൂമിയിൽ ഇപ്പോൾ താമസിക്കുന്ന ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ, അതായത് ശരിയായ പട്ടയമുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ബാക്കിയുള്ള സ്ഥലങ്ങളുടെ കണക്കെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കുക എന്നീ പ്രധാനപ്പെട്ട 2 പരിഗണനാ വിഷയങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള കത്താണ് ഉത്തരവാണ് നിലവിൽ ഗവർണർക്ക് നൽകിയിട്ടുള്ളത്. ഗവർണറാണ് ഇക്കാര്യത്തിൽ ഒപ്പിടേണ്ടത്. അതിനുശേഷമായിരിക്കും ഈ കമ്മീഷൻ നിലവിൽ വരിക. സിജു. ശരി, വിജിനാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം വിഷയത്തിലെ പരിഗണനാ വിഷയങ്ങൾ സർക്കാർ നിശ്ചയിച്ചു. അതിൻ്റെ വിവരങ്ങളാണ് വിജിൻ നൽകിയത്.